ഷോ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വേറൊരു മൂഡാണ്, ഈ പാട്ട് പാടുമ്പോൾ വേറെ മൂഡാന്ന് കേട്ടിട്ടുണ്ട്, സത്യമാണല്ലോ? അത് കറക്റ്റ്. ഇപ്പോൾ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതല്ല വ്യത്യാസമല്ല. സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാലും അധികം നമ്മളൊരു 4 വാളിന്റെ ഒരു 4 ചുമരുകൾക്ക് ഉള്ളിൽ നമ്മൾ നിൽക്കുന്നത്, ഒരു റൂമിനകത്ത് നമ്മൾ നിൽക്കുക. അപ്പോൾ ആ പാട്ടിന്റെ ഫീൽ എന്താണെന്ന് അതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വരാൻ കുറച്ച്, കാരണം ഭയങ്കര ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. കാരണം തെറ്റ് വരി കഴിഞ്ഞാൽ വീണ്ടും കറക്റ്റ് ചെയ്യണം, ഒരുപാട് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതൊക്കെ ഈ മൈക്ക് പൊസിഷനിങ് ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ഒരേ സമയത്ത് നോക്കിയിട്ട് അത് ആ ഒരു ഇതിലേക്ക് സോണിലേക്ക് എത്താൻ കുറച്ച്, പക്ഷേ രസമാണ്. എത്തിക്കഴിഞ്ഞാൽ റെക്കോർഡിംഗ് പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ അങ്ങനത്തെ ഒരു വൈബ്സിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ അതാണ് സ്റ്റുഡിയോന്റെ ഒരു കാര്യം. കാരണം അതിന്റെ റിയാക്ഷൻ എന്താണെന്നൊന്നും നമ്മൾ അറിയില്ല. അപ്പം പക്ഷെ സ്റ്റേജിൽ ഇൻസ്റ്റന്റ് റിയാക്ഷൻ കിട്ടുന്നുള്ളൊരു കാര്യമാണ്. കാരണം പാടിക്കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ അപ്പം ഉണ്ട്. സ്റ്റുഡിയോയിൽ എപ്പോഴും ഒരു പുതിയ പാട്ടിന്റെ എന്താ പറയാ മേക്കിംഗ് ആണ്. അപ്പൊ അതെപ്പോഴും ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെറിയ ന്യൂവാൻസസ് വരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം. സ്റ്റേജിൽ എപ്പോഴും നമ്മൾ ഓൾറെഡി ഉള്ള അവർക്ക് അറിയുന്ന പാട്ടുകൾ നമ്മൾ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതിനനുസരിച്ച് റിയാക്ഷൻ അപ്പം തന്നെ. രണ്ടും മാജിക്കൽ സംഭവങ്ങളാണ്. രണ്ടിനും ഏതാ ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. രണ്ടും അമേസിങ് സാധനങ്ങളാണ്. ഈ പഴയകാല പാട്ടുകാരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്, ജാനകിയമ്മ അങ്ങനെയുള്ള ആൾക്കാർ. അങ്ങനെ പരിചയപ്പെടാനായിട്ട് ചില ചിത്രചേച്ചിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു ഫംഗ്ഷന് പോയപ്പോൾ എന്നെ ഡെഫിനറ്റ്ലി ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ റെസ്പെക്റ്റും ഒക്കെ കാരണം ജസ്റ്റ് പോയി സംസാരിക്കും എങ്ങനെയാണെന്ന് പറയും. അങ്ങനെ വളരെ കുറച്ച് പി ജയേന്ദ്രൻ സാറിന്റെ ജസ്റ്റ് അങ്ങനെയില്ല. ഞാൻ അവരുടെ അനുഭവങ്ങൾ അത് ഇന്റർവ്യൂസും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അത്രയല്ല, നമ്മൾ ആലൊരു കാണാറുണ്ട്, തീർച്ചയായിട്ടും ഫോളോ ചെയ്യാറുണ്ട് അവരുടെ കാര്യങ്ങളും ഇതൊക്കെ. എനിക്കൊന്നും തന്നെ അറിയാം, പഴയ കാലത്തെ സിനിമാ പാട്ടുകൾ പാടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടിട്ടുണ്ട്. കാരണം ഒറ്റ ട്രാക്കിൽ പാടി അതൊരു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജനറേഷനിലെ പലർക്കും അതൊന്ന് റീക്രിയേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ആ ഒരു മാജിക്, കാരണം നമ്മളിപ്പോൾ ഒരു ലൈവ് ഷോ ചെയ്യുമ്പോൾ അതിൻ്റെ മാജിക് അറിയാം. കാരണം ഒരു ഫുൾ ഓർക്കസ്ട്ര അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ബാക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് ആ കിട്ടുന്ന വൈബ്സ് ഉണ്ടല്ലോ, അതൊരിക്കലും ഒറ്റയ്ക്ക് പാടിയാൽ കിട്ടില്ല. ഇത്രയും ആൾക്കാർ അവിടെ വന്നിട്ട് ഒരുമിച്ചൊരു സാധനം ഉണ്ടാക്കും ഒറ്റ ടൈം, അതൊരു വേറെ വൈബ്സ് ആണ്. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ റീക്രിയേറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് പലർക്കും ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴേ ആ ഒരു കാലം ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് പലർക്കും. ഇപ്പം കുറച്ചും കൂടെ ടെക്നിക്കൽ ആയതുകൊണ്ട് കുറച്ചും കൂടെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഓരോ വേർഡ്സും വേണേൽ കട്ട് ചെയ്ത് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാനൊക്കെ നമ്മൾ എല്ലാവരും ശ്രമിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ആ ഒരു പഴയ ഒരു എന്താ പറയാ ഒരു സിംഗിൾ ടേക്കിലൊക്കെ പാടുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് തന്നെ റീക്രിയേറ്റ് ചെയ്യണം ഞങ്ങൾക്ക് പലർക്കും താല്പര്യവും, അത് ഞങ്ങൾ ശ്രമിക്കാറുമുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട്. സച്ചിന് ഏറ്റവും കൂടുതൽ മലയാളത്തിലായാലും എനി ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണ്? അയ്യോ, അപ്പൊ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു ദാസാറും സാറിന്റെ പേര് പറയാണ്ട് നമുക്ക്, കാരണം നമ്മുടെ എൻസൈക്ലോപീഡിയസ് ആണ് അവര് പാടി വെച്ചേക്കുന്ന വർക്ക്. ഒരു പാട്ട് കേട്ടാൽ തന്നെ അതിലൊരു 100 കാര്യങ്ങളുണ്ടാവും നമുക്ക് പഠിക്കാനായിട്ട്. ഡെഫിനറ്റ്ലി അത്. പിന്നെ ഹരിഹരൻജിയുടെ പാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശങ്കർ മാധവൻ, അങ്ങനെ ഏത് തരം പാട്ടുകളാണ് കൂടുതൽ പ്രിയം? എല്ലാം കേൾക്കും ഞാൻ, എല്ലാ കൈൻഡ്സ് ഓഫ് പാട്ടുകളും. സോൾഫുൾ ആയിട്ടുള്ള പാട്ടുകൾ എന്നുള്ളതാണ്. അപ്പം സോൾ ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം അപ്പം എനിക്ക് സോൾ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് ചിലപ്പോൾ തോന്നുന്നില്ല. അപ്പം അതാണ്. അപ്പം അത് ഭയങ്കര പേഴ്സണൽ കാര്യമാണ്, സബ്ജക്റ്റീവ് ആണ്. അങ്ങനെ എനിക്ക് സോൾ ഉണ്ടെന്ന് തോന്നുന്നത് ഒരു ഇമോഷണൽ കണ്ടന്റ് ആണ്. ആ പാട്ട് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യണം, എന്തെങ്കിലും ഒരു ഇമോഷൻ വേണം. എനിക്കും അതേപോലെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചിലതൊന്നും തോന്നില്ല പാട്ട്. അത് മേ ബി വേറെ ആൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ എന്നെ ചിലപ്പോൾ ചില പാട്ടിൽ കേൾക്കുമ്പോൾ എനിക്കൊന്നും തോന്നാറില്ല. അപ്പൊ അങ്ങനത്തെ പാട്ടിൽ കേൾക്കാല്ലേ എനിക്ക് പേഴ്സണലി ഒരു ഫീലിംഗ്, ഇത് കേൾക്കാൻ ഒരു ഇതുള്ള പാട്ടില്ല. അപ്പൊ മെലഡി ആവട്ടെ, ഫാസ്റ്റ്, എല്ലാത്തിലും എനിക്ക് ഫേവറേറ്റ്സ് ഉണ്ട്. അപ്പം നോട്ട് ജസ്റ്റ് മെലഡി മാത്രമേ കേൾക്കുള്ളൂ എന്നൊന്നുമില്ല. സോൾഫുൾ ആയിട്ടുള്ള ഏത് ഞാൻ മെലഡീന്റെ ഉസ്താദാണ്. മെലഡി സോങ്സാണ് ഭയങ്കര. കാരണം ഞാൻ ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സ് വളരെ ചുരുക്കമായി കേൾക്കും. അതിൽ സോളുള്ള പാട്ടിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. ഫാസ്റ്റ് അങ്ങനെ മാറ്റി നിർത്തുന്നതല്ല, പക്ഷെ നമുക്കൊരു സച്ചിൻ തന്നെ പാടിയ സച്ചിന്റെ തട്ടത്തിൻ മറയത്ത് അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ്. മെലഡിയുടെ വെൽ മെയ്ഡ് മെലഡി. മെലഡിയും സോളില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ മെലഡി കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. നല്ല മെലഡി കേൾക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ്. ചായ തണുത്ത് കുടിച്ചാൽ കുടിക്കാം. പിന്നെ ഞാൻ കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ട് നോക്കാറുണ്ട്. കുടിക്കണമല്ലേ? അടിപൊളി ചായല്ല, കോഫിയാണ് കേട്ടോ. കോഫി. ഓക്കെ. അപ്പം എന്താ പറയാ, ഇനി ഏത് തരം പാട്ടുകളാണ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അതൊന്നും പാടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും പാട്ടുകളുണ്ട് മനസ്സിൽ? ഇല്ല, കാരണം നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതുവരെ കിട്ടിയതൊന്നും ഇതുവരെ
കിട്ടിയ പാട്ടുകളൊക്കെ ഞാൻ മുമ്പേ എനിക്ക് ഇങ്ങനെ വിചാരിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ പാട്ട്, പക്ഷെ അതൊക്കെ വന്നതാണ്, അതൊക്കെ ഒരു മാജിക്കിൽ സംഭവിച്ചു പോകുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഇന്ന സ്റ്റൈലും എല്ലാ സ്റ്റൈൽസ് ഓഫ് പാട്ടും പാടും, എന്റെ വോയിസ് ടെക്സ്ചറിനും റേഞ്ചിനും പറ്റുന്ന എല്ലാ കൈൻഡ് ഓഫ് പാട്ടുകളും പാടണമെന്നുണ്ട്. ഭയങ്കര ലാസ്റ്റ് ഇറങ്ങിയ പടം എന്ന് വെച്ചാൽ വർഷത്തിന്റെ ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു പാട്ടിന്റെ ഒരു വർഷം പറഞ്ഞു. ഞാൻ ബിജുപാൽ സാറിന്റെ അടുത്ത് വേറൊരു പാട്ട് പാടാനാണ് ആദ്യം പോയത്. അപ്പോൾ അതിന്റെ റെക്കോർഡിങ്ങിനെ സാറിനെ വിളിച്ചത്. അപ്പോൾ ഞാൻ പോയി ആ പാട്ടിന് ജസ്റ്റ് റഫ് ട്രാക്ക് പാടി, പിന്നെ ഫെയർ ആവശ്യമുള്ളപ്പം അപ്പോൾ എടുക്കാന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി റഫ് ട്രാക്ക് എടുത്ത് കൊടുത്തു. അപ്പോൾ സാറ് ആ സമയത്ത് ഇങ്ങനെ ഒരു വേറൊരു പാട്ടിന് സാറേ പാടി നോക്കുന്നോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പിയാനോയിൽ അപ്പം തന്നെ പ്ലേ ചെയ്ത് ഇങ്ങനെ ഒരു ഇതാണ്. അപ്പം എൻ്റെ റേഞ്ചിന് പറ്റുന്നില്ല ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ വേറൊരു റേഞ്ചിൽ നോക്കാം, ജസ്റ്റ് പിച്ച് ഒന്ന് എൻ്റെ റേഞ്ചിലൊന്ന് ആക്കിയിട്ട് ജസ്റ്റ് സാറ് പ്ലേ ചെയ്ത് തന്നു. അപ്പോൾ പാടി നോക്കാൻ പറഞ്ഞു. പാടി നോക്കി, ട്യൂൺ അപ്പം തന്നെ പറഞ്ഞു, ഓരോ ലൈനായിട്ട് പറഞ്ഞു. അപ്പം തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാടി നോക്കി, എല്ലാം ഓക്കെ. സച്ചിനെ വിളിക്കാം, ഒരു ദിവസം വിളിക്കാമെന്ന് പറഞ്ഞു. അന്ന് വീട്ടിൽ പോയി. പിറ്റേ ദിവസം സാറ് ആ കറക്റ്റ് ആ പിച്ചിനുള്ള ഇതെല്ലാം ചെയ്ത്, അത് ഹ്യൂജ് താങ്ക്സ് ടു. കാരണം റേഞ്ചിനുള്ളതല്ലാന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റാൻ സാർ എന്നിട്ട് പിന്നെ ഒരു ദിവസം വിളിച്ചു, റെക്കോർഡിങ്ങിന് വിളിച്ചു. അപ്പം മെലഡി കുറച്ച് ടഫായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു 3-4 മണിക്കൂറൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയത്. സ്റ്റുഡിയോ പോയി, അവിടെ പോയി റെക്കോർഡിങ് തുടങ്ങി. എനിക്ക് ഒരു 1 hour റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. 45 minutes പ്രോബ്ലി 45 minutes റെക്കോർഡിംഗ് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ഇറങ്ങി. 1 hour ആദ്യമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് റെക്കോർഡിംഗ് ഞാൻ ബിജുപാൽ സാറിൻ്റെ കൂടെ. പിന്നെ എല്ലാവരുടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ബിജുപാൽ സാർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര നമുക്ക് സ്ട്രെയിൻ പോലെ വരണ്ടേ. അതായത് സാർ എനിക്ക് വന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടേക്കാണ് ഏറ്റവും ബെസ്റ്റ് ടേക്കെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അങ്ങനെ ആയിരിക്കാം കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ സാർ പെട്ടെന്ന് അവിടെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു, ഒരു സ്പിരിച്വൽ ഫീൽ ഉണ്ടായിരുന്നു. സാറിന്റെ സ്റ്റുഡിയോ അങ്ങനെ ഒരു സ്പിരിച്വൽ രീതിയിലെ കുറച്ച് അങ്ങനെ മ്യൂറൽസും ഒക്കെ പെയിന്റ് ചെയ്ത് ഭയങ്കര രസമായിട്ട് ഒരു വേറൊരു മൂഡാണ് അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു, നല്ലൊരു വൈബ്സ് ഉണ്ടായിരുന്നു. ബിജുപാൽ സാറിനെ നമുക്കറിയാം, കാരണം ഞാൻ ഒരുപാട് തവണ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പം ഏതാണ് പുതിയ ഫിലിംസ്? നെല്ലിക്കാന്നുണ്ട് ഫിലിം, ബിജുപാൽ സാറിന്റെ തന്നെ നെല്ലിക്കാന്നുണ്ട്. അതിന്റെ ഡയറക്ടർ സിമിലർ നെയിംസ് ആണ്. അപ്പൊ ദീപക്കാണ് അഭിനയിച്ചിരിക്കുന്നത്, ദീപക് പറമ്പോൾ. അപ്പൊ അതുണ്ട്. നെക്സ്റ്റ് ഒരു ഡ്യുവറ്റ് സോങ് ആണ് ഇതിനകത്ത്. പിന്നെ ഉള്ളത് അക്ബർ എന്നുണ്ട് തമിഴ് മൂവി പാടി ഗോപിച്ചേട്ടന്റെ ഗോപിച്ചേട്ടന്റെ ഒരു തമിഴ് സോങ്. അത് ഒരു നല്ല ഗ്രൂവി മെലഡി. ഗോപിച്ചേട്ടന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്റ്റാമ്പ് ഉള്ള ഒരു പാട്ടാണ്. അത് പാടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പേ. എപ്പോഴും റിലീസ് എന്ന് അറിയില്ല. പിന്നെ അങ്ങനെ കുറച്ച് ഇൻഡിപെൻഡന്റ്ലി വേറെയും കുറച്ച് വർക്ക്സ് ചെയ്യുന്നുണ്ട്. അതല്ല, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു സോളോ ആൽബം ഒക്കെ ഒരു ലോങ് ടൈം ഡ്രീമാണ്, കുറെ കാലം കഴിഞ്ഞിട്ട്. പക്ഷേ ഒരു സിംഗിൾ റിലീസായിട്ട് വീഡിയോ ഷൂട്ട്, മ്യൂസിക് വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഫിലിം മ്യൂസിക്കിൽ ഇല്ലാത്ത കുറച്ച് തീംസ് ഉണ്ടല്ലോ, ഫിലോസഫിക്കലായിട്ട് നമുക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യാനും അല്ലെങ്കിൽ ഒരു കോസിന് വേണ്ടിയൊക്കെ മ്യൂസിക് ഒരു നല്ല മീഡിയമാണ് ആ ഒരു മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്, പണ്ടേ ഉള്ളതാണ് മനസ്സിലായി. അപ്പം ഇപ്പൊ കാര്യങ്ങളൊക്കെ ടേക്ക് ഓഫ് ചെയ്ത് തുടങ്ങുന്നത്. എന്തായാലും ഞങ്ങൾക്ക് സിനിമയിലേക്ക് ഒരു മ്യൂസിക്കൽ ഡയറക്ടർ അതൊക്കെ അറിയാവുന്ന. ഇതിപ്പോ നമ്മുടെ ഓൺ മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. ഫിലിമിന് വേണ്ടി ചെയ്യണമെന്നുള്ളതൊന്നും എനിക്കൊരു അയ്യോ അതൊക്കെ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി, സച്ചിൻ എന്ന് പറഞ്ഞ നമ്മൾ അറിയപ്പെടുന്ന സച്ചിൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ഫുൾ അറിയപ്പെടുന്ന സച്ചിനാണ്. അതുപോലെ ഈ സച്ചിൻ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് വേറൊരു ഇതാണ്, വേറെ സംഭവമാണ്. അത് ഒരിക്കലും ഒരു മ്യൂസിക് അറിയാം അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയാമെന്നുണ്ട് ഒരിക്കലും മ്യൂസിക് ഡയറക്ടർ ആവാൻ പറ്റില്ല. മ്യൂസിക് ഡയറക്ടർ ഒരു ഫിലിമിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടിയാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റും. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലുള്ള കാര്യമാണ്. ഇപ്പം ഐ എം ഹാപ്പി ബീങ് എ സിംഗർ. പക്ഷേ കുറച്ചുകൂടെ വേറെ തീംസും വേറെ കാര്യങ്ങളും ഒക്കെ മ്യൂസിക്കിലൂടെ പറയാൻ പറ്റുന്ന ഒരു ഹോപ്പുണ്ട്. കുറച്ചുകൂടെ മെസ്സേജ് ഒക്കെ കൺവേ ചെയ്യാൻ, ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കുറച്ച് എന്താ പറയുക സൊസൈറ്റിക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാണ് ഒരു വേറൊരു പാരലൽ സൈഡ് എക്സ്പ്ലോർ ചെയ്യാനൊരു ചില സ്റ്റൈൽസ് ഓഫ് മ്യൂസിക് ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഫിലിം ഇപ്പം ചില പാട്ടുകൾ കേട്ടാറിയാം, ചില സ്റ്റൈൽസ് ഓഫ് മ്യൂസിക് ഫിലിം മ്യൂസിക്കിൽ ഒരിക്കലും നമുക്ക് കിട്ടാത്ത. ഫിലിം മ്യൂസിക് ഒരു വേറെ സ്റ്റൈലാണല്ലോ, ഗുഡ് ബാഡ് എന്നുള്ളതല്ല, വേറൊരു ഡിഫറെന്റ് സ്റ്റൈലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓൾട്ടർനേറ്റ് സ്റ്റൈൽസ് ഓഫ് മ്യൂസിക് ആഗ്രഹം കൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചിട്ടല്ല. അത് ഓരോ നമ്മുടെ ഉള്ളിലുള്ളത് ഒന്ന് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത്, അല്ലാണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. അടിപൊളി. നമുക്ക് എന്താ പറയാ, വർഷത്തിലെ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട്, വർഷത്തിലെ പാട്ടൊന്ന് നമുക്ക് കൂട്ടു തേടി വന്നൊരാ കുന്നിളം കാറ്റേ കൂടെയൊന്ന് പാടുമോ, നീലനിലാവിൽ പാട്ടുമൂളിയെത്തി ഞാൻ ഈ വഴിയോരം
പാതിരാവിൻ ചില്ലകൾ പൂത്തൊരു നേരം കൂടെയൊന്നു പാടുമോ കൂട്ടു തേടി വന്നൊരാ കുഞ്ഞിളം കാറ്റേ കൂടെയൊന്നു പാടുമോ. എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് സച്ചിൻ പ്ലേ ചെയ്യും? ഞാൻ ഇല്ല അങ്ങനെ പ്ലേ ഒന്നും പറയാൻ പറ്റില്ല. സെൽഫ് ടോട്ടാണ്. ഞാൻ ഗിറ്റാർ മേടിച്ചു കോളേജിൽ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ ആവശ്യം മൂത്തിട്ട് ഒരു ഗിറ്റാർ മേടിച്ചു. പിന്നെ പഠിക്കണമല്ലോ എന്തായാലും. പിന്നെ നെറ്റിലൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കി ജസ്റ്റ് ബേസിക് കോഡ്സ് മാത്രം അറിയാം. അല്ലാണ്ട് ഒരു ഗിറ്റാർ പ്ലെയർ ഒന്നും അല്ല. ബേസിക് ഒരു കീബോർഡും വീട്ടിലിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആഗ്രഹം മുതൽ മേടിക്കുന്ന കീബോർഡ് എന്തെങ്കിലും മേടിക്കും. ഗിറ്റാർ മേടിക്കും. അത് അങ്ങനെ വെറുതെ പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ച് പോയി മേടിക്കും. പിന്നെ അത് ചെന്നെങ്ങനെയെന്ന് അറിയില്ല. ജസ്റ്റ് നോക്കി പഠിക്കും. ചോദിക്കും ആൾക്കാരുടെ എന്താണ് ചില ടിപ്സ് ഒക്കെ ചോദിക്കും. ഇഷ്ടമാണ് എനിക്കൊന്ന് പാട്ട് പാടുമ്പോൾ ഒരു ഗിറ്റാർ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഫീൽ ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു സുഖമാണ്. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിപ്പം വീട്ടിലിരുന്ന് പാടുമ്പോഴൊക്കെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. സച്ചിൻ പാട്ട് പാടുമ്പോൾ അതിന് കൂടുതൽ ഗിറ്റാർ വായിക്കാണ് രസം. ഈ പാട്ട് പാടാറില്ലാത്ത ഞാൻ പോലും വീട്ടിലൊരു ഗിറ്റാർ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പൊടിയൊക്കെ തട്ടി ഏതാണ്ട് കോലം കിട്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ കുറച്ചു കാലം എന്റെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പിന്നെ പഠിച്ചു. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പഠിക്കാന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ നോക്കി ആൾക്കാരോടൊക്കെ ചോദിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ഇഷ്ടമാണ് കേട്ടോ. പുതിയ സൗണ്ടും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മേടിക്കാം. ചില പെർക്കഷൻ ഒക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നും. അറിഞ്ഞിട്ടല്ല, വീട്ടിലെ കളക്ഷൻ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇനിയിപ്പോ എനിക്കൊരു ആഗ്രഹമുണ്ട്, രണ്ട് ചെണ്ടയും കൂടെ മേടിക്കാം. അതാകുമ്പോൾ കൊട്ടാൻ എളുപ്പമാണ്. അതെ, പിന്നെ ഗിറ്റാറിന്റെ അത്ര ബുദ്ധിമുട്ടിക്കാൻ രണ്ട് തല്ല് കിട്ടിക്കുമ്പോൾ ഡ്രംസ് ഒക്കെ മേടിച്ച അടിപൊളിയായിരിക്കും. അപ്പൊ തല്ലിന് എണ്ണവും കുടിക്കും. എന്തായാലും സച്ചിനെ നമുക്ക് ഏകദേശം സമയം അവസാനിച്ചു വരികയാണ്. എന്നാലും സച്ചിന് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട് ഭയങ്കര ഹിറ്റായി. ഒരുപാട്, കാരണം പടവും ഭയങ്കര ഹിറ്റായി. മലയാളത്തില് ഈ അടുത്ത സമയങ്ങളിൽ അത്രയും വലിയ സ്റ്റാർകാസ്റ്റും മഞ്ജലി മാമിന്റെ ഫിലിം ആഫ്റ്റർ ഉസ്താദ് ഹോട്ടൽ അങ്ങനെ ഒരു മേജർ ഫിലിമായിട്ട് ആ ടീമിന്റെ അതും സച്ചിൻ പാടിയ പാട്ട് ഭയങ്കര കളർഫുൾ ആയിരുന്നു. ഭയങ്കര ഡാൻസ് കളിച്ചല്ലേ. അപ്പം ആ ഒരു പാട്ടിലൂടെ നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അടിച്ച് പൊളിച്ച് പാടിയാണ്. ഞാൻ സഹായിക്കണം. പാടാറില്ല, വെറുതെ. ഓക്കെ, അപ്പൊ നമുക്ക് സച്ചിന്റെ ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട് കേൾക്കാം അല്ലേ? പാടാം. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴിയുള്ള കൂട്, പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴിയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം, തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം, തുന്തനാനേന. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ, കണ്ണാ നീ മേൽക്കൊള്ളല്ലേ നീയും ചൊല്ലും, ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ, ഏഹേ പിന്നോതിര കടകം, ഏഹേ എരിപൊടിയങ്കം. എന്തായാലും എന്താ പറയാ, സച്ചിനെ അടിച്ചു പൊളിച്ചു. ഇതേ കാരണം നമുക്ക് പാട്ടിനെ പറ്റി പറയുമ്പോൾ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ചേട്ടന്റെ കമ്പോസിഷൻ അതൊന്നും ഈ പാട്ട് കേട്ടതിന് ഹുക്ക് ലൈൻ എന്റെ മനസ്സിൽ രജിസ്റ്റർഡ് ആയി. കാരണം ഉറപ്പാണ് ആൾക്കാരിലേക്ക് എത്തുന്നുള്ള ആ ഹുക്ക് ലൈൻ കേട്ടപ്പോൾ എനിക്ക് സന്തോഷ് ചേട്ടന്റെ ലിറിക്സ്, സന്തോഷ് വർമ്മയാണ് എഴുതിയിരിക്കുന്നത് പുള്ളിയുടെ ലിറിക്സ്. പിന്നെ വിജയ് ചേട്ടന്റെ കൂടെ പാടാനുള്ള ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി അത് കിട്ടി. കാരണം ആൽബത്തിൽ വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ എന്ന് പറഞ്ഞാൽ സംതിങ് അത് എപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ഇത് വന്ന് ഭയങ്കര ഭാഗ്യമാണ് ആ കാര്യത്തിൽ. പിന്നെ ദിവ്യ എന്നൊരു ഫീമെയിൽ സിംഗറുണ്ട്, കുറെ കാലമായിട്ട് അറിയുന്നതാണ് ഞങ്ങൾ. ഇപ്പം മലർവാടി തൊട്ട് തന്നെ ദിവ്യ ആ സിംഗറാണ്. അപ്പം ദിവ്യയും ഫൈനലി ഒരുപാട് ഒരുമിച്ച് പാടാൻ പറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും ഹ്യൂജ് എന്താ പറയാ അടിച്ചു പൊളിച്ചു. ഇത് ഈ പാട്ടിൽ എന്നെ ചൂസ് ചെയ്ത എല്ലാവർക്കും എന്റെ ഹ്യൂജ് താങ്ക്സ് ശരിക്കും. സത്യമായിട്ടും ഇനി പാട്ട് പാടി തന്ന സച്ചിനും ഞങ്ങളുടെ ഭയങ്കരമായിട്ടൊരു താങ്ക്സ്. മൈ പ്ലഷർ. ഇനിയും സച്ചിൻ ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ. സച്ചിൻ ഒരുപാട് നല്ല നല്ല മനസ്സിനെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ സച്ചിൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അപ്പം എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇന്റർവ്യൂ